വരുന്ന കൊല്ലവർഷം 1200 മിഥുനമാസം 32-ാം തീയതി 2025 ജൂലൈ 16 വൈകിട്ട് 5:17 സൂര്യൻ ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാലത്തിനെ അങ്ങനെ പല ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിമിഷങ്ങൾ, അത് മിനിറ്റാവണു, അല്ലെങ്കിൽ നാഴികയാവണം, നാഴികയാവണം, 60 നാഴിക ഒരു ദിവസമാവണം, 7 ദിവസം ഒരു വാരം ആവണം, 2 വാരം, അതായത് ഒരു പക്ഷമാവണം, കൃഷ്ണപക്ഷം ശുക്ലപക്ഷം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ 6 മാസം ദക്ഷിണായനം, 6 മാസം ഉത്തരായനം. കർക്കിടകം 1 മുതൽ ധനുമാസം 31 വരെ ദക്ഷിണായനം. മകരം 1 മുതൽ മിഥുനം ചില സമയത്ത് 32 വരും. കൊല്ലം 32 32-ാം തീയതി, ചില കൊല്ലങ്ങളിൽ 31 ഉണ്ടാവുള്ളൂ ഉത്തരായനം. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ ദിനരാത്രങ്ങളുണ്ട്. ഒരു പകലും ഒരു രാത്രിയും ചേർന്നതാണ് നമുക്കൊരു ദിവസം. ദേവന്മാരെ സംബന്ധിച്ച് ഉത്തരായനം എന്ന് പറയുന്നത് പകലും, ദക്ഷിണായനം എന്ന് പറയുന്നത് അവരുടെ രാത്രിയാണ്. അതുകൊണ്ടാണ് ഉത്തരായന കാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠകൾ, കലശങ്ങൾ ഇത്യാദികളൊക്കെ നടക്കണേ. ദേവന്മാരുടെ പകൽ സമയമാണ് അത്. അപ്പൊ ഈ കർക്കിടകം എന്ന് പറയുന്നതും മകരം എന്ന് പറയുന്നതും സന്ധ്യയാണ്, ദേവസന്ധ്യ. നമ്മൾ വീടുകളിൽ നമ്മളുടെ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി ആ സന്ധ്യയെ നമ്മൾ ആദരിക്കും, ബഹുമാനിക്കും. മനസ്സിനും ശരീരത്തിനും ശുദ്ധി വരുത്തും. മനഃശുദ്ധിക്ക് വേണ്ടി നാമങ്ങൾ ജപിക്കും. ശരീരശുദ്ധിക്ക് വേണ്ടിയിട്ട് കയ്യ് കാലൊക്കെ കഴുകാലൊക്കെ കുളിക്കുക, അങ്ങനെയുള്ളത് ചെയ്യും. ഭസ്മധാരണം ചെയ്യും. അപ്പം നമ്മൾ മനുഷ്യസന്ധ്യകളിൽ നമ്മൾ സന്ധ്യയെ ബഹുമാനിക്കുന്നത് പോലെ ഈ ദേവസന്ധ്യകൾ ആണ് കർക്കിടകവും. അവർക്ക് അത് കഴിഞ്ഞാൽ രാത്രിയാവുകയും. മകരം ഉഷസന്ധ്യ, പ്രഭാതസന്ധ്യയാണ് മകരം. അപ്പം അവരുടെ സന്ധ്യയാണ്. ആ സമയത്ത് അവരുടെ ദേവസങ്കേതങ്ങളിൽ വിളക്ക് കൊളുത്തുന്നത്. അവരുടെ സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തണമല്ലോ. നമ്മളുടെ സന്ധ്യയ്ക്ക് നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് പോലെ ദേവസന്ധ്യകളിൽ, ദേവസന്നിധികളിൽ വിളക്ക് കൊളുത്തുന്നത് അത്യന്തം പുണ്യമാണ്. അവരുടെ സന്ധ്യയാണത്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അതിന് നമുക്ക് വളരെ ഈശ്വരാനുഗ്രഹം നമുക്ക് ലഭിക്കും. ഇവിടെ അലന്താഴം വാരാഹി ക്ഷേത്രത്തിലെ, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ സമയത്ത് ഉണ്ടാവും ഗണപതി ഹോമം, ചുറ്റുവിളക്കൊക്കെ. ആ വിളക്കിൻ്റെ പ്രാധാന്യമാണ്. ദേവസന്ധ്യയാണ്. ആ സന്ധ്യകളിൽ, ദേവസന്നിധികളിൽ വിളക്കുകൾ കൊളുത്തുന്നത് അത്യന്തം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഈ മാസം നടക്കുന്ന ആ ചുറ്റുവിളക്ക്, അതിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ അത് നമുക്കും നമ്മളുടെ പൂർവികർക്ക്, നമ്മളെ വിട്ടുപോയ പൂർവികർക്ക്, പിതൃക്കൾക്കും. ഇനി ഈ ദേവസന്ധ്യ എന്നൊക്കെ പറഞ്ഞുവല്ലോ, ഈ നമ്മളുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം എന്നുള്ളത്. അങ്ങനെ അവരുടെ 365 ദിവസം കൂടിയത് എന്ന് പറഞ്ഞാൽ 365 കൊല്ലം അത് കൂടിയതാണ് പിതൃക്കൾക്കൊരു വർഷം. അങ്ങനെയുണ്ട്. ഇങ്ങനെ കയറി പോകും. അപ്പോൾ നമ്മളെ വിട്ടുപോയ പിതൃക്കൾക്കും ഇതിൻ്റെ ഒരു പുണ്യം ചെല്ലും. വരും തലമുറകൾക്കും ഈ പ്രകാശം വിളക്കിൻ്റെ ഉണ്ടാവും. അതുകൊണ്ട് ഒരവസരം ആണ്. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.